സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ബ്ലോഗർ അറസ്റ്റിൽ. വഴിക്കടവ് സ്വദേശി ചൊയ്ത്തല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. വിപിൻ സി വിജയൻ ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. വിപിൻ, പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നതാണ് കേസ്. എങ്ങനെയാണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ? ബ്ലോഗർ ജുനൈദാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 2 വർഷത്തോളം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ച വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറത്തെ ലോഡ്ജിലും മറ്റ് പല ഭാഗങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് മലപ്പുറം പോലീസിന്റെ അടുക്കൽ പെൺകുട്ടി പരാതിയുമായി എത്തുന്നത്. പോലീസിന്റെ അന്വേഷണ സമയത്ത് ഇവിടെ നിന്നും നാട്ടിൽ നിന്ന് കടന്നു കളയാനുള്ള ശ്രമം നടത്തി, വിദേശത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തി. അങ്ങനെയാണ് മലപ്പുറം ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിലെ എയർപോർട്ടിന് പരിസരത്ത് വെച്ച ബ്ലോഗർ ജുനൈദിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി മലപ്പുറത്തെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. അപ്പോൾ മറ്റ് കാര്യങ്ങൾ കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് ഇപ്പോൾ. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ പരിചയപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് അർത്ഥത്തിലാണ്, എന്ത് വിശ്വാസത്തിലാണ് പലപ്പോഴും പെൺകുട്ടികൾ ഇവരെ പ്രണയിക്കുന്നതെന്നോ. ചില കോടതി വിധികളിൽ പറയുന്നത് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ഒരു വാദം നിലനിൽക്കില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വന്ന ഒരു കോടതി വിധിയിൽ പറയുന്നത് വിവാഹിതർക്ക് അത് ബാധകമേ അല്ല ഈ വിവാഹ വാഗ്ദാനം നൽകി. അപ്പോൾ ഈ വിവാഹ വാഗ്ദാനം നൽകി ആ കാര്യത്തിൽ എനിക്കും ഈ പറയുന്ന പോലെ ആ കോടതിയുടെ നിലപാടിനോടാണ്. വിവാഹ വാഗ്ദാനം അല്ല, എന്ത് വാഗ്ദാനം നൽകിയാലും നമ്മൾ ഒരു നമ്മുടെ ഒരു സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളത് ശരിയാണ്. മാത്രമല്ല, ഒരു പരിചയമില്ലാത്ത ആളെ പിന്നെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്ന അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല, ഒന്നും അറിയാതെയൊക്കെ എന്ത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ, ഏത് രീതിയിലാണ് ഇത് നടന്നിട്ടുള്ളത്. അല്ല, ഞാൻ ഈ ഒരു പർട്ടിക്കുലർ കേസിന്റെ കാര്യം അല്ല പറഞ്ഞത്. പൊതുവെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ പരിചയപ്പെടുന്ന ഒരുപാട് ക്രൈം നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് പറഞ്ഞത്.